ഇനി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വോട്ടുകാലം വരുമ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അത്തരമൊരു കഥയിലേക്കാണ് പോകുന്നത്. എറണാകുളത്തെ ഏലൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വർഷങ്ങൾക്ക് മുൻപേ അടച്ച ഒരു വഴി തുറന്നിട്ടുണ്ട്. കണ്ടെയ്നർ റോഡിലേക്ക് പോകാൻ നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന വഴിയാണത്. മാലിന്യം നിക്ഷേപിക്കുന്നെന്നും അനധികൃതമായി വാഹനങ്ങൾ വരുന്നെന്നും പറഞ്ഞ് ഫാക്ട് അധികൃതർ വർഷങ്ങൾക്ക് മുമ്പ് അടച്ചതാണ് ഈ വഴി. ഗേറ്റ് അടച്ചതോടെ 3 കിലോമീറ്റർ ചുറ്റിയായിരുന്നു പ്രദേശവാസികളുടെ യാത്ര. ഓരോ തിരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ മിഴിതുറക്കലാകുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് ഏലൂരിൽ ഒരു വഴി തുറന്നിരിക്കുകയാണ്. പത്തലക്കാട് ഫാക്ട് ഹൈസ്കൂളിന് പിന്നിലുള്ള ഇല്ലത്തിടവഴി ഭാഗത്താണ് ഗേറ്റ്. രാവിലെ 6 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാണ് താൽക്കാലികമായി ഇപ്പോൾ ഇതിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളത്. ഇത് അടച്ച കാരണം ഞങ്ങൾക്കിപ്പോൾ കണ്ണൂരിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടയിൽ പോകുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഇങ്ങോട്ട് മഞ്ഞുമലൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. തുറന്നു കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. ഫാക്ട് വരുന്നതിന് മുൻപേ ഇതുവഴി നടവഴി ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി സംഘടനകൾ ഗേറ്റ് അടച്ചതിനെ ചൊല്ലി സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഗേറ്റ് തുറന്നു കൊടുക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിരുന്നില്ല. FSCT ഉദ്യോഗമണ്ഡൽ ഡിവിഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണിത്. നടന്നു പോകാനുള്ള ഒരു അവകാശം പോലെ നാട്ടുകാർക്ക് അനുവദിച്ചിരുന്നതാണ്. ഫാക്ടിന്റെ ഹൈസ്കൂള്, അമ്പലങ്ങൾ, ക്വാർട്ടേഴ്സിലെ ജനങ്ങൾ ഇവരെല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു ഇവിടെ. ആ ബന്ധം ഈ അടുത്ത കാലങ്ങളിൽ ഗേറ്റ് അടച്ചുപൂട്ടിയാണ് ഫാക്ട് പ്രതികരിക്കുന്നത്. ഇത് നാട്ടുകാരോട് കാണിക്കുന്ന ഒരു അവഗണനയാണ്. ഫാക്ട് കോമ്പൗണ്ടിനുള്ളിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് പതിവായപ്പോഴാണ് നടപടിയെടുത്തതെന്ന് അധികൃതർ. അന്യവാഹനങ്ങൾ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നുവരാനും തുടങ്ങി. CRPFന്റെ സുരക്ഷയിലാണ് ഫാക്ട് കോമ്പൗണ്ട് ഉള്ളത്. മതിൽക്കെട്ടിനുള്ളിൽ ക്വാർട്ടേഴ്സുകളുണ്ട്. ക്വാർട്ടേഴ്സിലുള്ളവർക്ക് പുറത്തു കടക്കാനും ഈ വഴി ഉപകാരമായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികൾ ഫാക്ടിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള വോട്ടർമാരുടെ വീടുകളിലെത്താൻ 3 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയായിരുന്നു. അതിനാണ് പരിഹാരമായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇപ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ കാര്യങ്ങൾ പഴയപടിയാകുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ താൽക്കാലികമായി നിയന്ത്രണങ്ങളോടെയാണ് ഈ ഗേറ്റ് ഇപ്പോൾ തുറക്കുന്നത്. എന്നും ഈ ഗേറ്റ് തുറന്നു കിടന്നിരുന്നുവെങ്കിൽ യാത്രയുടെ ദൂരം കുറയുമല്ലോ എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ചും ഇലഞ്ഞിക്കൽ അമ്പലത്തിലേക്കും സെന്റ് ആന്റണി സ്കൂളിലേക്കും പാതാളത്തേക്കുമൊക്കെ പോകുന്നവർക്ക് വളരെ വേഗത്തിൽ അവിടങ്ങളിൽ എത്താൻ സാധിക്കുമെന്നതും പ്രത്യേകതയാണ്. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.